ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. എന്തുണ്ട് വിശേഷം? കേരളത്തിൽ അങ്ങോളം മഴയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ്. അതിലാദ്യത്തെ കാര്യം, ഇന്ത്യയുടെ GDP ഗ്രോത്തിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറയാൻ. രണ്ടാമത്തെ കാര്യം, ഒരു നിഫ്റ്റിയുടെ ഒരു സെക്ടർ ഞാൻ ഇന്ന് വരുന്ന വീക്സിൽ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് അതിൻ്റെ സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനും, പിന്നെ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്ത കുറച്ച് സ്റ്റോക്കുകളുടെ അവസ്ഥ എന്താണ് നിലവിൽ എന്ന് നോക്കാനുമാണ്. ആൻഡ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ സ്റ്റഡി പർപ്പസിനും വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊരിക്കലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങൾ നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ച് വിലയിരുത്തിയതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, ഞാനൊരു സെബി അനലിസ്റ്റ് അല്ല. സോ എനിക്ക് എൻ്റേതായ പരിമിതികളുണ്ട്. ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലുക്ക് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു വന്ന ന്യൂസ്, ഇന്ത്യസ് GDP ഗ്രോസ് ഫാസ്റ്റർ ദാൻ എക്സ്പെക്റ്റഡ്, ലേറ്റസ്റ്റ് ഫിഗർ ഷോസ്. BBCയുടെ ന്യൂസാണ്. അപ്പോൾ ഇന്ത്യയുടെ GDP ഗ്രോത്തിൻ്റെ പുതിയ നമ്പേഴ്സ് പുറത്ത് വന്നിട്ടുണ്ട്. 7.4% ആണ്. ലാസ്റ്റ് ക്വാർട്ടറിനെക്കാട്ടിലും നല്ല രീതിയിലൊന്ന് വളർന്നിട്ടുണ്ട്. ലാസ്റ്റ് ക്വാർട്ടറിൽ സ്ലോയിങ് കാണിച്ചിരുന്നു, ബട്ട് ഇപ്പോൾ ബെറ്ററാണ്. ഇപ്പോഴും ഇന്ത്യ റിമെയിൻസ് ദി വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ആൻഡ് ഫാം ആക്ടിവിറ്റിയും സ്റ്റഡി പബ്ലിക് സ്പെൻഡിങ് ആണ് നമുക്ക് നല്ലൊരു GDP ഗ്രോത്ത് വരാൻ കാരണം. റൂറൽ ഡിമാൻഡ് ഉണ്ട്. ആൻഡ് ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിലെല്ലാം ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ ഗുണം GDP ഗ്രോത്തിലും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു പോസിറ്റീവ് ന്യൂസാണ് മാർക്കറ്റിനും ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും. അപ്പോൾ അടുത്ത നമുക്ക് സ്റ്റോക്കിലേക്ക് പോകാം. നിഫ്റ്റിയിലേക്ക് പോകാം. നിഫ്റ്റി ഒരു സിക്സാഗ് മൂവ്മെൻറ്റ്, ജസ്റ്റ് ഒരു കൺസോൾട്ടേഷനാണ്. പ്രത്യേകിച്ച് ഇന്ന് വലിയ ഇവൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഈ റേഞ്ചിനുള്ളിൽ തന്നെ നിന്നു. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് വലിയൊരു മൂവ്മെൻറ്റ്, ബ്രേക്ക് ഡൗണോ ഉണ്ടായിട്ടില്ല. അപ്പോൾ മാർക്കറ്റിൻ്റെ എൻ്റെ വ്യൂ ഇപ്പോഴും സെയിം ആണ്. എബോവ് 25,000 മോർ ബുള്ളിഷ്, ബിലോ ഒരു 24,400 അല്ലെങ്കിൽ 24,600 ലിറ്റിൽ ബെയറിഷ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സെക്ടർ ഇന്ത്യയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിനെ പറ്റിയിട്ടാണ്. ഈ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികളിൽ ഉള്ള സ്റ്റോക്കുകളിൽ ഞാൻ വരുന്ന ദിവസങ്ങളിൽ കുറച്ച് മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കീ കാരണങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കാം. അപ്പോൾ അതിന് നമുക്ക് ഇപ്പം ഇൻഡെക്സ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് CNX നിഫ്റ്റിയുടെ കൊമോഡിറ്റി ഉണ്ട്. ഈ നിഫ്റ്റിയുടെ കൊമോഡിറ്റിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് വരും. മെറ്റൽ സെക്ടേഴ്സ്, ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ്, കെമിക്കൽ കമ്പനീസ്, അങ്ങനെ പല കമ്പനികൾ വരും. അതല്ലാതെ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിൽ അതിന് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഉണ്ട്. അതാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ നമുക്കൊരു ഓവറോൾ പിക്ചർ ഒന്ന് നോക്കാം. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഓൾ ടൈം ഹൈ പോയി. 13,766 പോയിട്ട് എന്ത് സംഭവിച്ചു? ബോട്ടം ഔട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 9,302 ഇത്രയും ഇടിഞ്ഞു താന്നു. ഇപ്പം ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികളിൽ എന്തോരം വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് വ്യക്തമാണ്. ആൻഡ് എവിടെയാണ് ബോട്ടം ഔട്ട് ചെയ്തേക്കുന്നത്? ഈ ഒരു റേഞ്ചിലാണ്, 9,366 അവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ബോട്ടം ഔട്ട് ചെയ്തതിന് ശേഷം ഒരു പുൾ ബാക്ക് തന്നിട്ടുണ്ട്. തിരിച്ച് ഡൗൺ സൈഡ് ഇറങ്ങി ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഈ സോൺ ബ്രേക്ക് ഔട്ട് ചെയ്തു, ചെറിയ റീടെസ്റ്റ് വന്നു. ആൻഡ് മാർക്കറ്റ് അപ്പ് പോകാൻ ശ്രമിക്കുന്നുണ്ട്, ഹയർ ഹൈ തന്നു പോകാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. നിഫ്റ്റിയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സാണ് ഞാൻ എടുത്തു വച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു റേഞ്ച് ഒരു ക്രൂഷ്യൽ റേഞ്ചാണ്. ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് വന്നു, ബട്ട് പുൾ ബാക്ക് ചെയ്ത് ഒരു സ്ട്രെങ്ത് കാണിച്ച് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ മുൻപോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു 11,490 മുകളിൽ നമുക്ക് വീണ്ടും ഈ ഒരു റാലി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ആ റാലി പെൻഡിങ് ആണ്. ആൻഡ് മേ ബി അത് ഇതുവരെ 12,271 വരെ ഈ ഒരു റാലി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പക്ഷേ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോക്കുകളെല്ലാം മൂവ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. സ്ലോ മൂവിങ് സ്റ്റോക്കുകളാണ്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ നമുക്കിതിൽ ട്രേഡ് ആക്ടിവിറ്റീസൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു 3-4 സെക്ടർ ലീഡേഴ്സിനെ തന്നെയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. 3-4 സ്റ്റോക്കുകൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് IOC ആണ്. IOC നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് ഇടിഞ്ഞ ഇടിയിലെ എഫക്റ്റ് എല്ലാ കമ്പനികളിലും വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 44% ആണ് ഇടിഞ്ഞത്. IOC എന്ന കമ്പനി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇടിഞ്ഞത് 44% ആണ്. ശേഷം നമുക്കിവിടെ വ്യക്തമാണ് മാർക്കറ്റ് ലോവർ ലോ തന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ശേഷം ഒരു ഹയർ ഹൈ തന്ന് മാർക്കറ്റ് റിട്ടേൺ റേറ്റ് റെസ്പെക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ക്രിട്ടിക്കൽ സോൺ, ഈ ഒരു മേജർ ക്രിട്ടിക്കൽ സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ശേഷം താഴോട്ട് വന്നു. ആൻഡ് ഈ ഒരു പുൾ ബാക്ക് മാത്രമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്.
ഒരു 145 മുകളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വീണ്ടും നല്ല മൂവ്മെൻറ്റ് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഈ ഒരു റേഞ്ച് വരെ തന്നെ ഓൾമോസ്റ്റ് ഒരു 161 വരെ അടുത്തൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു കൺസോൾട്ടേഷൻ വളരെ നല്ലതാണ്. കാര്യം ഈ ഒരു സോണിൽ വല്ലാതെ സെല്ലിങ് നടക്കാതെ ഒരു കൺസോൾട്ടേഷൻ എന്തുകൊണ്ടും നല്ലതാണ്. ആൻഡ് നമുക്ക് ഈ ഒരു 145 മുകളിൽ ഞാൻ ഇതിലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതായിരിക്കും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നിങ്ങൾ വാച്ച് ചെയ്യുക. വരുന്ന വീക്സിൽ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികൾ നമുക്ക് നല്ല മൂവ്മെൻറ്റ് തരാൻ സാധ്യതയുണ്ട്. അടുത്തത് ചെന്നൈ പെട്രോളിയമാണ്. ഇൻഡെക്സിൻ്റെ ഏകദേശം ഒരു ടിറ്റാറ്റ് എന്നുവെച്ചാൽ ഏകദേശം ഒരു അങ്ങനത്തെ മൂവ്മെൻറ്റ് തന്നെയാണ് എല്ലാ സ്റ്റോക്കിലും വന്നിരിക്കുന്നത്. അപ്പോൾ 65% ചെന്നൈ പെട്രോൾ ഇടിഞ്ഞിരിക്കുന്നത്. ശേഷം ഒരു ബോട്ടം ഔട്ട് ചെയ്തു ആൻഡ് മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട്, ഒരു റീടെസ്റ്റ്. ചെന്നൈ പെട്രോളിയം ഒന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ആർക്കും, അല്ലെങ്കിൽ തന്നെ സജഷനല്ല. ചെന്നൈ പെട്രോളിയം ഞാൻ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഭയങ്കര വോളറ്റൈലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പ് പോകുന്നു, നല്ല രീതിയിൽ ഡൗൺ വരുന്നു. മാർക്കറ്റ് ഇങ്ങനെ ഭയങ്കര സിക്സാഗ് മൂവ്മെൻറ്റ്സാണ്, വോളറ്റൈലുമാണ്. സോ വാച്ച് ലിസ്റ്റിലിടുക. നമുക്ക് അതിനനുസരിച്ചുള്ളൊരു തീരുമാനം ഭാവിയിലെടുക്കാം. ഒരു ഗ്യാപ്പ് ഡൗൺ, ഈ ഗ്യാപ്പ് കണ്ടില്ലേ, ഈ ഗ്യാപ്പൊക്കെ മാർക്കറ്റ് തിരിച്ച് കയറി ഈ ഗ്യാപ്പ് കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിപ്പം വെയിറ്റ് ചെയ്യാം. ചെന്നൈ പെട്രോളിയം. അടുത്ത സ്റ്റോക്ക് BPCL ആണ്. BPCLും ഓൾമോസ്റ്റ് എത്ര പെർസെൻറ്റ് ഇടിഞ്ഞു എന്ന് ആദ്യം നോക്കാം. BPCL മോസ്റ്റ്ലി 38% ഇടിഞ്ഞു. ശേഷം റിക്കവറി ഉണ്ടായിട്ടുണ്ട്. ബോട്ടം ഔട്ട് ചെയ്ത് തിരിച്ച് കയറിയിട്ടുണ്ട്. മോസ്റ്റ് ഇപ്പോൾ ഒരു 318, 324 ലെവലിൽ നിൽക്കുകയാണ്. ഈ ഒരു ഏരിയയിലെ ഈ ഒരു മൂവ്മെൻറ്റ് വളരെ നല്ലതാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ വന്നിട്ട് ബ്രേക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് അതിനനുസരിച്ചായിരിക്കും. സോ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. BPCLലും തിരിച്ചൊരു ബ്രേക്കൗട്ട് കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് 380 പോകാൻ തന്നെയാണ് സാധ്യത. ബട്ട് നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഇവിടെ ഒരു പെൻഡിങ് ഡിസിഷനാണ്. എന്താണ് എടുക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ BPCLൽ ഞാൻ അപ്സൈഡാണ് ഞാൻ ഇത് കാണുന്നത്. എൻ്റെ ട്രേഡ് ഞാൻ ഒരിക്കൽ നോക്കുന്നത് അപ്സൈഡ് തന്നെയായിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ബ്രേക്കൗട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ഈ ബ്രേക്കൗട്ട് തരുമ്പോഴത്തേക്കും നല്ലൊരു ബ്രേക്കൗട്ട് ആയിരിക്കും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം അങ്ങനത്തെ മൂവ്മെൻറ്റ്, ഈ ഒരു കൺസോൾട്ടേഷൻ ആൻഡ് ഒരു പ്രൈസ് ചെറിയ റേഞ്ചാണ്. 324 to 307 ഈ ഒരു റേഞ്ച് മാത്രമാണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. ഒരു കറക്റ്റ് VCP പാറ്റേൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ സ്റ്റോക്ക് വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയമാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയവും മോസ്റ്റ്ലി 39.22%, ഓൾമോസ്റ്റ് 40% ഇടിഞ്ഞതാന്നു. ശേഷം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. ആൻഡ് കൺസോൾട്ടേറ്റിംഗ് ഇൻ ബിറ്റ്വീൻ ദിസ് റേഞ്ച്. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിലാണ്. വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ വളരെ സ്ലോ മൂവിങ് ആണ്, ഉള്ളൊരു പ്രശ്നം. പക്ഷേ ബ്രേക്കൗട്ട് എങ്ങനെയായിരിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം ഇതിൻ്റെ ഈ സെക്ടർ ഒരുമിച്ചായിരിക്കും ബ്രേക്കൗട്ട് ആവുക മിക്കവാറും. വെയിറ്റ് ചെയ്യാം. പെട്രോനെറ്റ് ഓൾ ടൈം ഹൈയിൽ നിന്ന് മോസ്റ്റ്ലി 30% ഇടിഞ്ഞു. ആൻഡ് ഈ ഒരു റേഞ്ചിൽ ഈ ഒരു റേഞ്ച് കടക്കണം പെട്രോനെറ്റ് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടാൻ. പക്ഷേ ഇത് ഞാൻ അധികം വാച്ച് ലിസ്റ്റിൽ ഞാനൊരു ട്രേഡിന് മിക്കവാറും ഞാൻ എടുക്കാൻ സാധ്യത കുറവാണ് ഈ സ്റ്റോക്ക്. കാര്യം ഇതിൽ കുറച്ചും കൂടെയൊക്കെ ഒരു വീക്ക്നെസ് ഞാൻ കാണുന്നുണ്ട് പെട്രോനെറ്റ് സ്റ്റോക്കിൽ. ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്തതിന് ശേഷം തീരുമാനമെടുക്കും. അപ്പോൾ ഇനിയുള്ള വീക്സിൽ നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇടുന്നത് നന്നായിരിക്കും. കാര്യം ഒരു വീക്ക്നെസ്സിൽ നിന്ന് തികച്ച് ബോട്ടം ഔട്ട് ചെയ്ത് തിരിച്ച് അപ്പ് പോയ ഒരു സെക്ടറാണ്. സോ ഓയിൽ ആൻഡ് ഗ്യാസ് നമുക്ക് വരുന്ന ആഴ്ചകളിൽ ഫോക്കസ് ചെയ്യാം. ശേഷം 3 സ്റ്റോക്ക് ഞാൻ ഇന്ന് ഒന്ന് റിവ്യൂ ചെയ്യാം. TFCI. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 212 മുകളിലാണ് ഇതിൻ്റെ സാധ്യത. ഒരു മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്.
256 വരെയൊക്കെ ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. കൊഫോർജ് ഇന്ന് ഞാൻ ഇന്നലെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നൊരു റീടെസ്റ്റ് തന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. റീടെസ്റ്റ് വരെ പോയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കാം. ഞാൻ ഇപ്പോഴും ഹോൾഡിംഗ് ആണ്. അടുത്തത് SBFC. എൻ്റെ ടാർഗറ്റ് 136 ആണ്. നമുക്കിത് വാച്ച് ലിസ്റ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഒന്ന് തൽക്കാലം പറയുന്നുള്ളൂ. അപ്പോൾ സെക്ടർ മാത്രം നോക്കി ട്രേഡ് ചെയ്യാതിരിക്കുക. എല്ലാ സെക്ടറിലും നല്ല നല്ല മൂവ്മെൻറ്റ്സ് കിട്ടുന്ന ഐറ്റംസ് ഉണ്ടാവും, സ്റ്റോക്കുകളുണ്ടാവും. പക്ഷെ നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് സെക്ടർ നോക്കുക, ശേഷം മൊമെൻറ്റം നോക്കുക, എത്ര വരെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ തീരുമാനിക്കുക. അതിനനുസരിച്ചുള്ള പൊസിഷൻസ് മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് റിസ്ക് കുറച്ചായിരിക്കും. റിസ്ക് കാരണമാണ് നമ്മൾ പലരും ട്രേഡ് എടുക്കാൻ തന്നെ പേടിക്കുന്നത്. അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ മാത്രം എടുക്കുക. എങ്കിൽ നമുക്ക് അത്രയും ടെൻഷൻ കുറവായിരിക്കും. അതിൻ്റെ ടാർഗറ്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ നിഫ്റ്റിയുടെ ഒരു അനാലിസിസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.